മനുഷ്യൻ ഒരു യാത്രികനാണ്. ഓരോ യാത്രയുടെ പിന്നിലും പല കാരണങ്ങളാവാം. ഓരോ നാടിൻ്റെ വൈവിധ്യങ്ങളെക്കുറിച്ചും അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ചും പാരമ്പര്യ രീതികളെക്കുറിച്ചും അറിയാൻ വേണ്ടി മാത്രം യാത്രയെ സ്നേഹിക്കുന്നവരുണ്ട്. മനഃശാന്തിക്കായി യാത്രയ്ക്ക് ഇറങ്ങിത്തിരിക്കുന്നവരുണ്ട്. അങ്ങനെ യാത്രയെ സ്നേഹിക്കാൻ പലർക്കും പല കാരണങ്ങളാണ്. കാത്തിരിപ്പിനൊടുവിൽ മറ്റൊരു ലോക ടൂറിസം ദിനം കൂടി വന്നെത്തിയിരിക്കുകയാണ്. 1980 UN വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ ഔദ്യോഗികമായി സ്ഥാപിച്ച ലോക ടൂറിസം ദിനം എല്ലാ വർഷവും സെപ്റ്റംബർ 27-നാണ് ആഘോഷിക്കുന്നത്. സമൂഹത്തിൽ ടൂറിസത്തിൻ്റെ പങ്കിനെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിനായാണ് ഈ ദിനം ആചരിക്കുന്നത്. യാത്ര, സംസ്കാരം, സാമ്പത്തിക വളർച്ച, സുസ്ഥിര വികസനം എന്നിവയെ പ്രോത്സാഹിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത ഈ ദിനം ഓർമ്മിപ്പിക്കുന്നു. ഉത്തരവാദിത്ത ടൂറിസത്തെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള അവസരം കൂടിയാണ് ഈ ദിനം. UN വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ ചട്ടങ്ങൾ അംഗീകരിച്ചതിൻ്റെ വാർഷികം ആഘോഷിക്കുന്നതിനാണ് സെപ്റ്റംബർ 27 ലോക ടൂറിസം ദിനമായി തിരഞ്ഞെടുത്തത്. അന്താരാഷ്ട്ര സമൂഹത്തിൽ ടൂറിസത്തിൻ്റെ പങ്കിനെക്കുറിച്ച് അവബോധം വളർത്തുകയും ലോകമെമ്പാടുമുള്ള സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, സാമ്പത്തിക മൂല്യങ്ങളെ അത് എങ്ങനെ ബാധിക്കുന്നുവെന്ന് വെളിപ്പെടുത്തുകയും ചെയ്യുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. എല്ലാ വർഷവും UN വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ തിരഞ്ഞെടുത്ത ഒരു പ്രത്യേക തീം അനുസരിച്ചാണ് ലോക ടൂറിസം ദിനം ആഘോഷിക്കുന്നത്. വ്യത്യസ്ത സമൂഹങ്ങളെയും സമ്പദ് വ്യവസ്ഥകളെയും അഭിവൃദ്ധിപ്പെടുത്തുകയും ഒപ്പം ഭൂമിയെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന സുസ്ഥിര ടൂറിസത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളിലും പദ്ധതികളിലും നിക്ഷേപം നടത്തേണ്ടതിൻ്റെ അടിയന്തര ആവശ്യകതയുമാണ് ഈ പ്രമേയം അടിവരയിടുന്നത്. ലോക ടൂറിസം ദിനമെന്നത് കേവലം യാത്രകളെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്യേണ്ട ഒന്നല്ല, മറിച്ച് സമൂഹത്തിലും പരിസ്ഥിതിയിലും ടൂറിസം ചെലുത്തുന്ന ദൂരവ്യാപകമായ സ്വാധീനത്തെക്കുറിച്ചാണ് ഈ ദിനം ഓർമ്മിപ്പിക്കുന്നത്. സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും പ്രതീകമായ നീലയാണ് ലോക ടൂറിസം ദിനത്തിൻ്റെ ഔദ്യോഗിക നിറം. പാരമ്പര്യങ്ങളുടെയും സംസ്കാരത്തിൻ്റെയും കാര്യത്തിൽ ഏറെ പ്രത്യേകതയുള്ള രാജ്യമാണ് ഇന്ത്യ. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ സമ്പന്നമായ സംസ്കാരവും പൈതൃകവും ഉൾപ്പെടുന്ന വൈവിധ്യങ്ങൾ നിറഞ്ഞ രാജ്യം കൂടെയാണ്. വിനോദസഞ്ചാരത്തിനായി ഇന്ത്യ സന്ദർശിക്കാൻ ആഗ്രഹമുള്ളവരാണ് വിദേശ വിനോദസഞ്ചാരികൾ. ഡിജിറ്റൽ കാലമായതോടെ യോഗ, ആയുർവേദം, ട്രെക്കിംഗ് എന്നിങ്ങനെ ടൂറിസത്തിൽ പുതുതായി വന്ന ശാഖകളെല്ലാം ഓൺലൈൻ വഴി ബിസിനസ് ഉറപ്പിക്കുകയാണ്. വിനോദസഞ്ചാര മേഖലയിലെ ഒരു പറുദീസ തന്നെയാണ് കേരളവും. കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധവും ലോക സൗഹൃദവുമെല്ലാം പുതിയ പാതയിലാണ്. 4 വർഷം കൊണ്ട് കേരളത്തിൽ വിദേശ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഉണ്ടായത്. കേരളത്തിലെ 8 വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് ലോക നിലവാരത്തിലേക്ക് എത്തുന്നത്. ഈ ലോക ടൂറിസം ദിനത്തിൽ പുതിയ ഇടങ്ങൾ തേടി നമുക്ക് യാത്ര ആരംഭിക്കാം. എല്ലാവർക്കും ലോക ടൂറിസം ദിനാശംസകൾ.